നമ്മുടെ പയർ തോരത്തിനായിട്ട് പിച്ചയാണ്. ഉണ്ടോ, താഴെ മുളച്ചു വന്നൊരു പയറാണ്. ഒത്തിരി പയറുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനും പറ്റിയിട്ടുണ്ട്. അധികം വലിയ സൈസ് വെക്കത്തില്ല, ഇത്രയേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെയൊക്കെ ഒത്തിരി നിൽപ്പുണ്ട്. ഇതൊരു പയർ ഉണങ്ങി നിൽക്കുകയാണ്. ഇത് നമുക്ക് വിത്തനായിട്ട് എടുക്കാം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഒത്തിരി പയറുകൾ നിൽപ്പുണ്ട്. ഇതാണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ടൊരു 2 പയർ നിൽപ്പുണ്ട്. അയ്യോ, അതിൻ്റെ കൊണ്ടയോടുകൂടി ഒടിഞ്ഞു വന്നേ. ഇവിടെയുണ്ട് പയർ ചെടി തന്നെ. മാക്സിമം ഏരിയയിലേക്ക് പടർന്ന് പന്തലിച്ചത് ഒത്തിരി കായ്കളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒത്തിരി പയറുകൾ നിൽപ്പുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട്. പ്രാവശ്യം നല്ല രീതിക്ക് പയറുണ്ടായിട്ടുണ്ട്. പയർ കൂടുതലും വേലിക്കായിട്ട് പടർത്തി വയ്ക്കാൻ കേട്ടാ, കാരണം നല്ല രീതിക്കൊരു വേലി പോലെ നീണ്ട് പോവും. ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ പിച്ചാണ്ട് വന്ന പയർ ഉണങ്ങിയതാണ്. നല്ലൊരു ബുഷിയായിട്ടുള്ളൊരു വേലി പോലെ പടർന്നു വരുന്നേ കണ്ട, ഒരൊറ്റ ചുവട് പയറാണ്. ഇതിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരുപാടൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ ഇല നിൽക്കുന്നതുകൊണ്ട് ചിലയിടത്ത് നിൽക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. നല്ലോണം നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ തോരൻ വയ്ക്കാം. നമ്മുടെ പയർ തോരത്തിനായിട്ട് പിച്ചയാണ്. ഉണ്ടോ, താഴെ ഇതൊരു പയർ ഉണങ്ങി നിൽക്കുകയാണ്. ഇത് നമുക്ക് വിത്തനായിട്ട് എടുക്കാം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഒത്തിരി പയറുകൾ നിൽപ്പുണ്ട്. ഇതാണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ടൊരു ഇവിടെയുണ്ട് പയർ ചെടി തന്നെ. മാക്സിമം ഏരിയയിലേക്ക് പടർന്ന് പന്തലിച്ചത് ഒത്തിരി കായ്കളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒത്തിരി പയറുകൾ നിൽപ്പുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട്. പ്രാവശ്യം നല്ല രീതിക്ക് പയറുണ്ടായിട്ടുണ്ട്. പയർ കൂടുതലും വേലിക്കായിട്ട് പടർത്തി വയ്ക്കാൻ കേട്ടാ, കാരണം നല്ല രീതിക്കൊരു വേലി പോലെ നീണ്ട് പോവും. ഇതിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരുപാടൊക്കെ ഇതിൻ്റെ